ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് കർമ്മം ചെയ്തതുകൊണ്ട് പ്രത്യേകമായി ഒന്നും തന്നെ നേടാനില്ല. അതേപോലെ കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് നഷ്ടപ്പെടാനുമില്ല. സ്വന്തം ആവശ്യങ്ങൾക്കായി അയാൾ മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, അങ്ങനെയെങ്കിൽ ഈ ആത്മസാക്ഷാത്കാരം നേടിയ മഹാന്മാർ എന്തിനാണ് വീണ്ടും കർമ്മം ചെയ്യുന്നത്? അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ നൽകുന്നത്. വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിനു വേണ്ടിയല്ല, മറിച്ച് ആസക്തി ഇല്ലാതെ നമ്മുടെ കർത്തവ്യം നിർവഹിക്കാനും പിന്നെയോ സാധാരണ ജനങ്ങളെ ശരിയായ വഴിയിൽ നയിക്കാനും ലോകത്തിന് മാതൃകയാകാനുമാണ് മഹാന്മാർ കർമ്മം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തികള് കർമ്മം ചെയ്യുന്നത്. സന്യാസിമാര്, ഗുരുക്കന്മാരൊക്കെ അവർ എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്? അവരോരോ ആക്ടിവിറ്റി ചെയ്യുന്ന കാരണം എന്താണ്? അല്ലെങ്കിൽ ഈ ആത്മീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിന് മാതൃകയാവാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പം ആസക്തി ഇല്ലാതെ കർത്തവ്യം നിർവഹിക്കാനും സാധാരണ ജനങ്ങളെ ശരിയായ വഴിയിൽ നയിക്കാനും പിന്നെയോ ലോകത്തിന് മാതൃകയാകാനുമാണ് ഈ മഹാന്മാർ കർമ്മം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കച്ചിദർത്തവ്യപാശ്രയ. ഇവിടെ അതാണ് പറയുന്നത്, ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല. പിന്നെയോ അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവും ഇല്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. ഭക്തി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കൃഷ്ണാവബോധം എന്ന് പറയുന്നില്ലേ, അതെന്ന് പറയുന്നൊരു മടി പിടിച്ച പരിപാടിയല്ല. അപ്പം എല്ലാവരും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. പക്ഷെ മഹാത്മാക്കള് അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരാണ്, അല്ലേ? ഓൾറെഡി അവർ ലിബറേറ്റഡ് ആണ് ഈ ഭൗതിക ലോകവുമായിട്ട്. അവർക്ക് ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല. അമാനീന മാനദേന, അതായത് മാനവായാലും അപമാനമായാലും എല്ലാം ഒരേ രീതിയിൽ കാണുന്നവരല്ലേ? പണ്ഡിത സമദർശിന, പണ്ഡിതന്മാർ എല്ലാവരെയും ഒരേപോലെ കാണുന്നവര്. അപ്പം അവരെ സംബന്ധിച്ച് സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഒരേപോലെയാണ്. അപ്പം അതുപോലെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് ലൗകികമായിട്ടുള്ള കടമകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അയാൾ ഒന്നും ചെയ്യാതെ മടിയനായിരിക്കണമെന്നല്ല അർത്ഥം. മറിച്ച് ഭക്തിപരമായി മുന്നേറിയ ഒരു വ്യക്തി അല്ലെങ്കിൽ കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി എപ്പോഴും കർമ്മനിരതനായിരിക്കണം. പക്ഷെ ആ കർമ്മങ്ങളെല്ലാം വേണം? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. മനസ്സിലായോ? അതാണ് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു വ്യക്തി ചെയ്യുന്നത്. അല്ലെങ്കിൽ ആത്മീയമായ ഉയർന്ന വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ലൗകികമായിട്ടുള്ള കടമകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ വേണം? അയാൾ ഒന്നും ചെയ്യാതെ മടിയനായി ഇരിക്കുമെന്നല്ല അതിനർത്ഥം. മറിച്ച് ആ ഒരു കൃഷ്ണാവബോധമുള്ള വ്യക്തി അല്ലെങ്കിൽ ഭൗതിക അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ലിബറേഷന്റെ പാതയിലുള്ള ഒരു വ്യക്തി എപ്പോഴും കർമ്മനിരതനായിരിക്കും, കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഏത് രീതിയില്? ആ കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ വീണ്ടും അറ്റാച്ച്മെന്റ് ആവും ഭൗതിക ലോകവുമായിട്ട്. പക്ഷെ മഹാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? എല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സന്യാസിമാരും ഉയർന്ന ഭക്തന്മാരും ഒക്കെ അവരുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുന്നത്? ആത്മീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുന്നത്. അവർ കഴിക്കുന്ന ഭക്ഷണം പോലും, അല്ലെങ്കിൽ എല്ലാവരും കൃഷ്ണാവബോധം എന്ന് എടുത്ത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു കൃഷ്ണാവബോധം ആർജിച്ച വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? അവർ എന്ത് ചെയ്താലും ഭഗവാന് അർപ്പിച്ചാണ് ചെയ്യുന്നത്. അവിടെ
ശ്ലോകത്തിൽ പറയുന്ന ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന്. അപ്പം ഒരു സാധാരണക്കാരൻ തൻ്റെ ആവശ്യങ്ങൾക്കായി സമൂഹത്തെയോ അധികാരികളെയോ അല്ലെങ്കിൽ പ്രകൃതി ശക്തികളായ ദേവന്മാരെയോ ആശ്രയിക്കേണ്ടി വരുന്നു, അല്ലേ? എന്നാൽ കൃഷ്ണാവബോധമുള്ള വ്യക്തി അല്ലെങ്കിൽ ആത്മീയമായി പുരോഗമിച്ച വ്യക്തി പൂർണ്ണമായും എവിടെ? ഭഗവാനിൽ മാത്രം അഭയം പ്രാപിച്ചവനാണ്. അതുകൊണ്ട് അയാൾക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ട വരുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അവസാനം പറയുന്നത് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ, അല്ലേ? നീ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ അഭയം പ്രാപിക്കൂ, ഞാൻ നിനക്ക് മോക്ഷം തരാം. അത് ഭഗവാൻ മാത്രമേ മോക്ഷം തരാം എന്ന് പറയുന്നുള്ളൂ, വേറെ ആരും തന്നെ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് കൃഷ്ണാവബോധം. കാരണം ഭഗവത്ഗീത ഉപദേശിച്ചത് കൃഷ്ണനായതുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു സാധാരണക്കാരൻ തൻ്റെ ആവശ്യങ്ങൾക്കായി സമൂഹത്തെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അധികാരികളെ ഡിപ്പെൻഡ് ചെയ്യണം, പിന്നെ പ്രകൃതി ശക്തികളായിട്ടുള്ള ദേവി ദേവതമാരെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഒരു വൈഷ്ണവൻ, അല്ലേ, ഭഗവാൻ വിഷ്ണുവില്, കൃഷ്ണനില്, അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ഏതെങ്കിലും അവതാരത്തില് അവിടെ അഭയം പ്രാപിച്ചവന് അവർക്ക് ഇതിനെ ഒന്നും ആശ്രയിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടാണത്? അത് കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ പൂർണ്ണമായും ആരിലാണ്? ഭഗവാനിൽ മാത്രം അഭയം പ്രാപിച്ചവനാണ്. അപ്പം ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു കൃഷ്ണാവബോധം മാത്രം മതിയാവും. കാരണം ഈ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള ബോധം. അപ്പം ഭഗവത്ഗീത ഉപദേശിച്ചത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഭക്തിപൂർണമായ പ്രവർത്തനങ്ങൾ മാത്രം മതി ഒരാളുടെ എല്ലാ കടപ്പാടുകളും തീർക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഒരു ചെടിയുടെ വേരിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇലയ്ക്കും കായ്ക്കും പൂവിനും എല്ലാം കിട്ടുന്നത് പോലെ വേണം? ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഭക്തിപൂർണമായ പ്രവർത്തനങ്ങൾ മാത്രം മതി ഒരാളുടെ എല്ലാ കടപ്പാടുകളും തീർക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി വേറെ ഒരു പ്രത്യേക പൂജയോ അല്ലെങ്കിൽ കർമ്മങ്ങളോ അതിനായി ചെയ്യേണ്ടതില്ല. അതാണ് വൈഷ്ണവരുടെ മേന്മ, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിന്റെ മേന്മ, അല്ലെങ്കിൽ ഭഗവാനിൽ ശരണം പ്രാപിച്ചവരുടെ മേന്മ എന്ന് പറയുന്നത്. അപ്പം പൂർണ്ണമായ ശരണാഗതി. അപ്പം പൂർണ്ണമായ ശരണാഗതി എന്ന് നമ്മൾ പറയുന്നത്, നമ്മളിപ്പം മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ആഴ്ചയിലോ ഒക്കെ നമ്മൾ അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലേ? സീസൺ അനുസരിച്ച് പോകുന്നവരുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ഇവിടെ പറയുന്ന ഭക്തൻ അല്ലെങ്കിൽ വേറെ ആരെ ആശ്രയിക്കേണ്ടതില്ല എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം ഈവൻ ആഴ്ചയിൽ അമ്പലത്തിൽ പോയില്ലെങ്കിലോ മാസത്തിൽ പോയില്ലെങ്കിലോ വർഷത്തിൽ പോയില്ലെങ്കിലോ തന്നെ എപ്പോഴും ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കണം. മനസ്സിലായോ? ഭഗവാനാണ് എല്ലാം, എല്ലാത്തിൻ്റെയും സർവ്വകാരണവും ഭഗവാനാണ്. ഈ പ്രകൃതിയും ഭഗവാനാണ്, എനിക്കെല്ലാം തരുന്നതും ഭഗവാനാണ്, എൻ്റെ ഈ ജീവൻ നിലനിർത്തുന്നതും ഭഗവാനാണ്. 24 മണിക്കൂറും ഭഗവാന്റെ ചിന്തയുമായിട്ട് കഴിയുന്ന വ്യക്തിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവൂ? ആ ലിബറേഷൻ ഉണ്ടാവുകയുള്ളൂ, മോക്ഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ നാമം ജപിക്കാനും ക്ലാസ്സുകൾ കേൾക്കാനും പറയുന്നത്. കാരണം ആ നാമം നമ്മൾ ജപിക്കുമ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ നാമം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയിൽ നടക്കുന്നവര്. നമ്മൾ അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. 19ാമത്തെ ശ്ലോകം. തസ്മാദസതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അതുകൊണ്ട് കർമ്മഫലാംശ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. അപ്പൊ നമ്മുടെ കടമയായിട്ട് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും ഫലം ലഭിക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ കടമകളും കർത്തവ്യങ്ങളും ചെയ്യേണ്ടത്. പിന്നെ നിഷ്കാമ പ്രവർത്തനം ഭക്തനെ എവിടെ എത്തും? പരമപദത്തിലെത്തിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ കർമ്മം ചെയ്യേണ്ടതാണ് ഫലാംശ കൂടാതെ
സ്വന്തം കടമ എന്ന നിലയിൽ വേണം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള അല്ലേ, അപ്പം ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ഭക്തനെ പരമപദത്തില് എത്തിക്കും. അപ്പൊ ഒരു വ്യക്തിപരമായിട്ടുള്ള നന്മയ്ക്കപ്പുറമാണ് എന്ത്? ഈശ്വരന്റെ ഇച്ഛ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ വിചാരിച്ചത് എന്ത്? യുദ്ധം ചെയ്യാതിരിക്കുന്നതും അഹിംസ പാലിക്കുന്നതുമാണ് എന്ത്? നന്മ എന്നാണ് അർജുനൻ വിചാരിച്ചത്. എന്നാൽ ഭഗവാൻ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ സ്വന്തം ധാരണകൾ വെച്ച് നല്ലവനാകാൻ ശ്രമിക്കുന്നത് എന്ത്? ഒരു തരം സ്വാർത്ഥതയോ പിന്നെയോ വ്യക്തിപരമായ ആസക്തിയോ ആകാമെന്നാണ്. മനസ്സിലായോ? അപ്പം അർജുനൻ വിചാരിച്ചിരിക്കുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അർജുനൻ എന്നുള്ള രീതിയിൽ പറയുന്നത് എന്ത്? യുദ്ധം ചെയ്യാതിരിക്കുന്നതും അഹിംസ പാലിക്കുന്നതുമാണ് എന്ത്? നന്മ എന്നാണ്. എന്നാൽ ഭഗവാൻ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? നമ്മുടെ സ്വന്തം ധാരണകൾ വെച്ച് നല്ലവനാകാൻ ശ്രമിക്കുന്നത് എന്ത്? ഒരു തരം സ്വാർത്ഥതയോ വ്യക്തിപരമായ ആസക്തിയോ ആകാമെന്നാണ്. അല്ലെ, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നല്ലതാണ് എന്ന് നടിക്കുന്നത്. അപ്പൊ അതൊരു സ്വാർത്ഥതയോ എന്താണ്? വ്യക്തിപരമായ ഒരു ആസക്തിയോ ആകാമെന്നാണ്. അപ്പം അതിനേക്കാൾ ഉത്തമം എന്താണ്? ഭഗവാന്റെ ആഗ്രഹത്തിന് വഴങ്ങി അവിടുത്തെ പ്രതിനിധിയായിട്ട് വേണം എന്ത്? കർമ്മം ചെയ്യുകയാണ് നല്ലത്. മനസ്സിലായോ? അപ്പം അതിനേക്കാട്ടിലൊക്കെ ഉപരി എന്താണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്? ശാശ്വതമായിട്ടുള്ളത്. ഭഗവാൻ എന്താണോ പറയുന്നത് അത് അനുസരിച്ച് ജീവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് ശാശ്വതം എന്ന് പറയുന്നത്. അർജുനൻ ചിന്തിച്ച കാര്യം എന്താണ്? അത് ശരീരം എന്നുള്ള ബോധത്തിൽ നിന്ന് വരുന്നതാണ്. അത് ആ ശരീരത്തോട് കൂടിയിട്ട് നശിക്കും. അല്ലേ? ആൾക്കാരെന്ത് പറയും എന്ന് ചിന്തിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മേന്മയുണ്ടാകുമോ? ഇല്ല. അപ്പം ഞാൻ ഭക്തി ചെയ്യുന്ന ഒരാളാണ്, ഞാൻ 24 മണിക്കൂർ ഭഗവാന്റെ നാമം ജപിക്കുന്നു, അപ്പൊ വീട്ടുകാരെല്ലാം എന്നെ കളിയാക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മളത് ഉപേക്ഷിച്ചാൽ എന്താണ് നഷ്ടപ്പെടുക? എനിക്കത് നാണക്കേടാണ്, അവർക്ക് നാണക്കേടാണ്, അവരെന്നെ കളിയാക്കുന്നത്, അതുകൊണ്ട് നിർത്തിയേക്കാം. അങ്ങനെയാണ് വേണ്ടതല്ല. മറിച്ചെന്ത്? നമ്മൾ ഭഗവാൻ ആവശ്യപ്പെടുന്നതാണിത്. അല്ലേ? കാരണം ഈ ബന്ധുമിത്രാദികളും നമ്മുടെ കൂടെ ഉള്ളവരും ആരും എന്ത്? നമ്മൾ ജനിച്ചപ്പോഴില്ലായിരുന്നു. നമ്മളിനി ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഇവരാരും നമ്മുടെ കൂടെ വരുന്നുണ്ടോ? ഇല്ല. എപ്പോഴും ആരാണുള്ളത്? ഭഗവാനാണുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ഇച്ഛ അനുസരിച്ച് വേണം എന്ത്? നമ്മൾ ജീവിക്കാൻ. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് വേണം എന്ത്? നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഉത്തമം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ആഗ്രഹത്തിന് വഴങ്ങി അവിടുത്തെ പ്രതിനിധിയായിട്ട് എന്ത് വേണം? കർമ്മം ചെയ്യുക എന്നാണ് പറയുന്നത്. പരമമായ ലക്ഷ്യം എന്ത്? ഭക്തന്മാർ ഭഗവാനെ ഒരു വ്യക്തിയായി കണ്ട് ആരാധിക്കുമ്പോൾ നിരാകാരവാദികൾ എന്താണ്? ഭഗവാനെ മോക്ഷരൂപമായി കാണുന്നു. രണ്ടുപേരുടെ ലക്ഷ്യം എന്ത്? ഭഗവാൻ തന്നെയാണ്. പക്ഷെ എന്ത്? ഭക്തനാണ് മേൻ. ഭക്തനെന്ത്? ആ ഭഗവാന്റെ രൂപം ഭക്തന്റെ മനസ്സിലുണ്ടാവും. അപ്പം സാധാരണ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ എന്ത്? നല്ല ഫലവും, പാപകർമ്മങ്ങൾ ചെയ്താൽ എന്ത്? ചീത്ത ഫലവും ലഭിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? എന്നാൽ കൃഷ്ണാവബോധത്തോടെ ഫലങ്ങളില് അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ആസക്തി ഇല്ലാതെ ഭഗവാനായി ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത്? ഈ രണ്ട് ഭൗതിക ഫലങ്ങൾക്കും അതീതമാണ്. എന്താണ്? നമ്മൾ പുണ്യം ചെയ്താൽ എന്ത്? നല്ലത് ലഭിക്കുമെന്ന് നമുക്കറിയാം. പിന്നെ പാപം ചെയ്താല് ചീത്തയായിട്ടുള്ള ഫലവും ലഭിക്കുമെന്ന് അറിയാം. എന്നാൽ കൃഷ്ണാവബോധത്തോടെ, കൃഷ്ണനാണ് പരമ പിതാവ്, അല്ലെങ്കിൽ കൃഷ്ണനാണ് ദേവാദിദേവൻ, കൃഷ്ണനാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിന്റെ അല്ലെങ്കിൽ എന്തിന്റെയും ശക്തി കൃഷ്ണനാണ്, നമുക്കെല്ലാം തരുന്നത് കൃഷ്ണനാണ് എന്ന ബോധത്തോടെ ആ കിട്ടുന്ന ഫലങ്ങളില് അറ്റാച്ച്മെന്റ് ഇല്ലാതെ, അതായത് നമുക്ക് എന്ത് കിട്ടിയാലും എന്ത്? അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടുന്നതാണ്, അല്ലേ? ആ ഒരു രീതിയില് ആ ഭഗവാനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത്? ഈ രണ്ട് ഭൗതിക ഫലങ്ങൾക്കും അതീതമാണ് എന്നാണ് പറയുന്നത്. അത് നമ്മ എന്ത്? ലൗകികമായിട്ടുള്ള ഒന്നിനോടും ബന്ധിക്കില്ല, ബന്ധനമുണ്ടാകില്ല. അപ്പം ഈ ഇതിന്റെ എല്ലാം ഈ മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയാ, ആത്മീയതയുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഒന്നിനോടും ആസക്തി ഉണ്ടാവാതിരിക്കുക.
അപ്പം അതിനെന്താണ് വേണ്ടത്? കൃഷ്ണാവബോധം ഉണ്ടാകണം. അതെങ്ങനെ വേണം? നമുക്കത് തിരിച്ചറിയണം. അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ശരീരമാണെന്നുള്ള ചിന്ത നമ്മളിൽ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ എപ്പോഴും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഈ ശരീരമല്ല, ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മാവാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. അതിന്റെ മേന്മയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള കടമകളും കർമ്മങ്ങളുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ബാക്കി ചെയ്യുന്ന കാര്യങ്ങൾ ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കുന്നതോടുകൂടി അത് അവസാനിക്കും. പക്ഷെ അതിന്റെ കർമ്മം എന്ത് പറ്റും? അതിന്റെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും. വീണ്ടും ജനിക്കുകയല്ല, പിന്നെയോ ആ ചെയ്ത പാപമായാലും എന്തു തന്നെ ആയാലും അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നരകലോകങ്ങളിലും സ്വർഗത്തിലും ഒക്കെ പോയി കറങ്ങി നടന്ന് കോടാനുകൂടി വർഷങ്ങൾ വീണ്ടും വേറെ എന്തെങ്കിലും നീചമായിട്ടുള്ള യോനികളിൽ പിറവി എടുത്തതിന് ശേഷമായിരിക്കും എന്ത് ആ ഒരു മനുഷ്യജന്മം വീണ്ടും കിട്ടുക. അപ്പം നമ്മളെപ്പോഴും എന്തോ വേണം? ഒരു കൃഷ്ണാവബോധമുള്ള ആളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ ആത്മീയമായിട്ട് പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയെങ്കിലും വേണമെന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് ഉപദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം 20ാമത്തെ ശ്ലോകം, കർമ്മണൈവാഹി സംസിദ്ധിമ അസ്ഥിതാ ജനഗാധയ ലോകസംഗ്രാഹമേവാപി സംവശ്യൻ കർത്തുമർഹസി. കർമ്മണൈവഹി സംസിദ്ധിമ അസ്ഥിത ജനഗാധയ. അതായത് ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി എന്ത് വേണം? നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു അർജുന എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ രാജാക്കന്മാർ, ജനകൻ മുതലായ രാജാക്കന്മാരെന്ത് തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേരുന്നു. അതായത് ഒരു രാജാവായിരുന്നത് കൊണ്ട് എല്ലാ രാജ്യഭരണവും മറ്റു കുടുംബകാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് തന്നെ എന്ത് അത് മാത്രം അനുഷ്ഠിച്ച് എവിടെ എത്തി? പരിപൂർണതയിലെത്തി, അതായത് മോക്ഷത്തിലെത്തി. അപ്പം അതിനായിട്ട് അർജുനനോട് പറയാണ് എന്ത്? സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി, അതായത് നമ്മളെ പോലുള്ളവരെ പഠിപ്പിക്കുന്നത് നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. നീയും നിനക്ക് എന്താണോ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മം നീ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ജനക മഹാരാജാവിനെ പോലെയുള്ള ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾ അവരെന്താണ്? അവര് വേദങ്ങളിലെ കഠിനമായ നിയമങ്ങളോ അല്ലെങ്കിൽ കടമകളോ പാലിക്കാൻ അവർക്ക് ബാധ്യതയില്ല. എങ്കിലും തങ്ങൾ അത് ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? സാധാരണ ജനങ്ങളും അത് കണ്ടെന്ത് മടിയന്മാരായിട്ട് മാറും. എന്നതുകൊണ്ട് അവരെന്താണ്? സമൂഹത്തിന് മാതൃകയാവാൻ വേണ്ടിയിട്ട് എല്ലാ കടമകളും കൃത്യമായിട്ട് ചെയ്യുകയുണ്ടായി. ജനക മഹാരാജാവിന്റെ കാര്യം ഇവിടെ ഭഗവാൻ പറയാൻ എന്താണ് കാരണം? അപ്പം അവരെ പോലെ ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾ എന്താണ്? വേദങ്ങളിലെ കഠിനമായ നിയമങ്ങളോ കടമകളോ പാലിക്കാൻ അവർക്ക് യാതൊരു ബാധ്യതയുമില്ല. എങ്കിലും തങ്ങൾ അത് ചെയ്യാതിരുന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ അത് കണ്ടിട്ട് മടിയന്മാരായി മാറും. എന്നതുകൊണ്ട് അവർ സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടിയിട്ട് എല്ലാ കടമകളും കൃത്യമായിട്ട് ചെയ്തു. ഇവിടെ ന്യായമായ യുദ്ധത്തിന്റെ ആവശ്യകതയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ഭഗവാൻ കൃഷ്ണനും അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട യാതൊരു വ്യക്തിപരമായിട്ടുള്ള ആവശ്യവുമില്ലായിരുന്നു. എന്നാൽ എല്ലാ സമാധാന ശ്രമങ്ങളും പരാജയപ്പെടുമ്പോഴെന്ത്? അധർമ്മത്തിനെതിരെ ആയുധമെടുക്കുക എന്നത് ആരുടെ കടമയാണ്? ഒരു ഭരണാധികാരിയുടെ കടമയാണെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ത് അവര് അവിടെ യുദ്ധം ചെയ്തത്. അപ്പം കൃഷ്ണനോടുള്ള ഒരു വ്യക്തിക്ക് കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആത്മീയമായി പുരോഗതിച്ച ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഒന്നും നേടിയെടുക്കാനില്ല. എങ്കിലും ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി
സ്ലേറ്റിൽ എഴുതി കാണിക്കുന്നത് പോലെ അവർ ലോകരെ അല്ലെങ്കിൽ ലോക ജനങ്ങളെ ജീവിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിക്കാനായത് നിരന്തരം കർമ്മനിരതരായി ഇരിക്കുന്നു. അപ്പം എല്ലാവരും പല സംശയങ്ങളും ചോദിക്കാം. എന്നാ പിന്നെ നിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, എന്തിനാണ് ഈ ജന്മം തന്നതെന്ന് ഇല്ലേ? പലരും ചിന്തിക്കും ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഭഗവാൻ വന്ന് ഭഗവത്ഗീത ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അർജുനനെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ ജനിക്കേണ്ട ആവശ്യമില്ല, നമ്മളിത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, മഹാത്മാക്കൾ ഇത് വന്ന് അവരിത് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എന്തുകൊണ്ടാണിത്? നമ്മള് കുറ്റം ചെയ്തിട്ട് ഇവിടെ ശിക്ഷ അനുഭവിക്കാൻ വന്നവരാണ് അല്ലേ? കൃഷ്ണ ബഹിർമുഖ ഭോഗവാഞ്ചകരെ മായ ചപ്പടിയാത്തരെ. എന്താണ് കൃഷ്ണ ബഹിർമുഖ? നമ്മള് ഭഗവാന്റെ അടുത്തിരുന്നപ്പോ ഭഗവാനെ നമ്മൾ മറന്നു അല്ലേ? തെറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്കും ആസ്വദിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോഴെന്ത് അല്ലെ? ഭോഗവാഞ്ചകരെ, ഭോഗിക്കാനുള്ള ആഗ്രഹം ഉടലെടുത്തപ്പോഴ് ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിച്ചു, നമ്മളെ ഇവിടേക്ക് വിട്ടു. മായ ചപ്പടിയാത്തരെ, ഈ മായയുടെ ലോകത്തിലേക്ക് മായ നമ്മളെ കഴുത്തിന് പിടിച്ച് ഇവിടേക്ക് മുക്കിക്കളഞ്ഞു. ഈ ഭൗതിക ലോകത്തില് ഇവിടെ കിടന്ന് നമ്മള് കൈയും കാലും ഇട്ടടിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ചിന്ത നമ്മൾ സ്വതന്ത്രരാണ് അല്ലേ? കാശുള്ളവർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയല്ല. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ്? കാരാഗ്രഹമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും. അപ്പം ഭഗവാന്റെ ഒരു കാരുണ്യമാണെന്ത്? നമുക്ക് തിരിച്ചു പോകാനുള്ള വഴിയും ഭഗവാൻ ഇതേ രീതിയിൽ തരുന്നത്. നമ്മുടെ ശിക്ഷയാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്. ശിക്ഷയ്ക്കുള്ള പരിഹാര മാർഗമാണ് ഭഗവാൻ അർജുനനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. തിരിച്ച് സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു പോകാം എന്നുള്ളത്. അപ്പം മഹാനായിട്ടുള്ള ഒരു ഭക്തനും ആത്മജ്ഞാനിയായിട്ടും ആരാണ്? ജനക മഹാരാജാവ് ഒരു സാധാരണ രാജാവിനെ പോലെ എവിടെയാണ്? രാപ്പകൽ കൊട്ടാര കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കുന്ന ഒരു കഥ പുരാണങ്ങളില് പറയുന്നുണ്ട്. ഒരിക്കല് കാട്ടിൽ തപസ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു യുവ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ലൗകിക കാര്യങ്ങളും ഉപേക്ഷിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. അപ്പം മിഥിലയിലെ രാജാവായ ജനകൻ വലിയൊരു ജ്ഞാനിയാണെന്ന് അദ്ദേഹം കേട്ടിരുന്നു. എന്നാൽ ജനകനാകട്ടെ വലിയൊരു കൊട്ടാരത്തിൽ സകല ആഡംബരങ്ങളോടും കൂടി രാജ്യം ഭരിച്ചാണ് ജീവിച്ചിരുന്നതും. അപ്പം ബ്രാഹ്മണൻ എന്താണ് ചിന്തിക്കുന്നത്? ഭാര്യയും കുട്ടികളും രാജ്യഭാരവുമുള്ള ഈ രാജാവ് എങ്ങനെയാണ് ഒരു ആത്മജ്ഞാനിയാകുന്നത്? ഇദ്ദേഹം വെറുതെ ലോകരെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുകയല്ലേ? ഇത് നേരിട്ട് ചോദിക്കാനായത് അദ്ദേഹം എവിടെ ചെല്ലും? ജനകന്റെ കൊട്ടാരത്തിൽ ചെല്ലും. അപ്പം ബ്രാഹ്മണൻ തന്റെ സംശയം ആരോട് ചോദിക്കും? രാജാവിനോട് ചോദിക്കും കൊട്ടാരത്തിലെത്തിയിട്ട്. അപ്പൊ ജനമഹാരാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയും, അല്ലയോ ബ്രാഹ്മണ, നിന്റെ ചോദ്യത്തിന് ഞാൻ നാളെ മറുപടി തരാം. അതിനു മുമ്പ് നീ എൻ്റെ ഈ മനോഹരമായ കൊട്ടാരം മുഴുവൻ നടന്ന് കാണണം. എന്നിട്ട് രാജാവ് ഭടന്മാരോട് ഒരു വിചിത്രമായ ഉത്തരവ് നൽകും. എന്താണ്? വക്കോളം എണ്ണ നിറഞ്ഞ ഒരു പാത്രം ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു. 2 ഭടന്മാർ ഊരിയ വാളുമായി അവന്റെ ഇരുവശത്തും നടക്കണം. ഒരു തുള്ളി എണ്ണയെങ്കിലും താഴെ പോയാൽ അവിടെ വെച്ച് തന്നെ അവന്റെ തല വെട്ടണം എന്ന് പറയും. അപ്പൊ ബ്രാഹ്മണൻ ഭയന്ന് വിറച്ച് ആ എണ്ണപ്പാത്രം കൊണ്ട് കൊട്ടാരം മുഴുവൻ നടക്കും. കൊട്ടാരത്തിൽ വലിയ ആഘോഷങ്ങളും നൃത്ത സംഗീതങ്ങളും പിന്നെ രുചികരമായ ഭക്ഷണവും എല്ലാം ഉണ്ടായി. ഒടുവിൽ ഒരു തുള്ളി എണ്ണ പോലും കളയാതെ ആ ബ്രാഹ്മണൻ എവിടെ എത്തും? രാജാവിന്റെ മുന്നിൽ തിരിച്ചെത്തും. ജനക മഹാരാജാവ് ചോദിക്കും, ബ്രാഹ്മണ, നീ എന്റെ കൊട്ടാരത്തിലെ ആഡംബരങ്ങളും നൃത്തങ്ങളും കണ്ടോ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഏതായിരുന്നു? അപ്പം ബ്രാഹ്മണൻ മറുപടി പറയും, മഹാരാജാവേ, ഞാൻ ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടതുമില്ല. എന്റെ ഇരുവശത്തും മരണത്തിന്റെ വാളുകൾ ഉണ്ടായിരുന്നു. എന്റെ ശ്രദ്ധ മുഴുവൻ
ഈ എണ്ണപ്പാത്രത്തിലായിരുന്നു. ഇതൊന്ന് താഴെ പോയാൽ എൻ്റെ ജീവൻ പോകുമെന്ന ചിന്ത മാത്രമായിരുന്നു എന്ത് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ജനക രാജാവ് പറയും, എന്താണ്? ഒരു ഉപദേശം കൊടുക്കും. ഇതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതവും. പുറമേ ഞാൻ വലിയ കൊട്ടാരത്തിൽ ജീവിക്കുകയും രാജ്യം ഭരിക്കുകയും ചെയ്യുന്നുണ്ടാകും. എന്നാൽ എൻ്റെ ഉള്ളിലെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? എപ്പോഴും ഭഗവാൻ കൃഷ്ണനിലാണ്. ആ ആത്മജ്ഞാനമാകുന്ന എണ്ണപ്പാത്രം തുളുമ്പിപ്പോകാതിരിക്കാനാണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. എനിക്ക് ഈ കൊട്ടാരത്തിലോ രാജഭാരത്തിലോ യാതൊരു ആസക്തിയുമില്ല. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയാൽ എൻ്റെ പ്രജകളും കടമകൾ ഉപേക്ഷിച്ച് രാജ്യം നശിപ്പിക്കും. അതുകൊണ്ട് അവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രാജാവായി എൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ബ്രാഹ്മണൻ രാജാവിന്റെ പാദങ്ങളിൽ വീണ് ക്ഷമ ചോദിക്കും. കടമകൾ ഉപേക്ഷിക്കുന്നതല്ല, പിന്നെയോ അവ ഭഗവത് ചിന്തയോടെ ലോക നന്മയ്ക്കായി ചെയ്യുന്നതാണ് യഥാർത്ഥ ജ്ഞാനമെന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറയുന്നത്, എത്ര ആശ്രമം ഉണ്ടെങ്കിലും എന്ത്, ഗൃഹസ്ഥാശ്രമം അത്രമാത്രം എന്താണ് ഉത്തമമാണ്. നമുക്ക് എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് നമുക്ക് ആത്മീയത പരിശീലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുപരി എന്തൊരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം അവന് സന്യാസിമാരെ സഹായിക്കാം, അല്ലേ? ക്ഷേത്രങ്ങളെ സഹായിക്കാം, എല്ലാവരെയും സഹായിക്കാം, ഒരുപാട് സേവകളും കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത്, ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പിള്ളേരെയും മക്കളെയും അല്ലെങ്കിൽ എല്ലാം കുടുംബം എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയിട്ട് തപസ്സിരിക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്, അല്ലേ? പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് എവിടെന്നെങ്കിലും ഒരു വെളിപാടുണ്ടായി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എല്ലാ കടമകളും ഉപേക്ഷിച്ച് അവർ മുങ്ങും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആ ഗൃഹത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭക്തി പരിശീലിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കഥയിലെ ജനക മഹാരാജാവിനെ പോലെയാണ് എന്ത്, ഭഗവാൻ കൃഷ്ണനും അർജുനനോട് എന്ത് ആവശ്യപ്പെടുന്നത്. എന്താണ്? ആത്മസാക്ഷാത്കാരം നേടി എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് ഒളിച്ചോടുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ് വേണ്ടത്? കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് ലൗകികമായ ലാഭങ്ങളില് താല്പര്യമില്ലെങ്കിലും പിന്നെയോ സാധാരണ ജനങ്ങളെ ധർമ്മത്തിന്റെ വഴിയിൽ നയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അവൻ സമൂഹത്തിൽ ജീവിക്കുകയും കടമകൾ കൃത്യമായി ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഉത്തമ പുരുഷന്മാരെയാണ് എന്ത് ലോകം എപ്പോഴും പിന്തുടരുന്നത്. ശരിയല്ലേ? നമ്മളിപ്പം ആത്മീയത എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് പറയാണ്, ഞാൻ എന്താണ് പറഞ്ഞത്, വൈഷ്ണവനാവാൻ തീരുമാനിച്ചു, അതുകൊണ്ട് വേണ്ട, കുടുംബവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറയും, അല്ലേ? അപ്പം അദ്ദേഹത്തെ കണ്ട് ആരെങ്കിലും പഠിക്കുവോ? അപ്പം ആരെങ്കിലും ഒരു വ്യക്തി അദ്ദേഹം ചെയ്തത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർ പിന്തിരിപ്പിക്കുകയേ ചെയ്യുള്ളൂ, അല്ലേ? കാരണം എന്താണ് പറയുന്നത്, അദ്ദേഹം പോയി, അദ്ദേഹത്തിന്റെ കുടുംബം പട്ടിണിയിലായി, ഇതെല്ലാം ഉപേക്ഷിച്ചാണ് പോയത്. അതുകൊണ്ട് ആരും വേറെ ഒരാളെ പോലും ഈ ഒരു വഴിയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് മടിക്കും. പക്ഷേ നമ്മൾ കൃത്യമായി നമ്മുടെ കടമകൾ ചെയ്തുകൊണ്ട് ഭക്തിയും അതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാരെല്ലാം അവരെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെ? അവരെ പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം എല്ലാവർക്കും ഉള്ളതെന്താണ്? 24 മണിക്കൂറാണ് ജീവിതത്തിൽ, അല്ലേ? അപ്പൊ അവർ ചിന്തിക്കും, എനിക്കും 24 മണിക്കൂറാണ്, ആ വ്യക്തിക്കും 24 മണിക്കൂറാണ്. പക്ഷെ അദ്ദേഹം ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നാമം ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എന്നെ പോലെ തന്നെ കുടുംബത്തിലെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് മാത്രം സമയം തികയുന്നില്ല, അല്ലെ? അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പൊ അതാണല്ലോ ഉത്തമം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പിന്തുടരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ സെലിബ്രിറ്റികളെ ആയിക്കഴിഞ്ഞാലും സിനിമാ നടന്മാരായാലും നടിമാരെയൊക്കെ തന്നെ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ആൾക്കാരെല്ലാം തന്നെ, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഭക്തി ആയാലും എന്ത് തന്നെയായാലും അതിൻ്റെ എന്താ പറയാ, അതിൻ്റെ ആ സത്ത മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് ജീവിതത്തിൽ ആചരിച്ച് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? എങ്കിൽ മാത്രമേ നമ്മളെ ആൾക്കാർ പിന്തുടരൂ, നമ്മൾ പറയുന്നത് ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയുള്ളൂ.
21 ശ്ലോകം. യദ്യദാചരതി ശ്രേഷ്ഠ യദ്യദാചരതി ശ്രേഷ്ഠ സ്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കും. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ത് ചെയ്താലും സാധാരണ ജനങ്ങള് അദ്ദേഹത്തെ അനുഗ്രഹിക്കും. അതേപോലെ മാതൃകാപരങ്ങളായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ ലോകം മൊത്തം ആദരിക്കുകയും ചെയ്യും. ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുൻപ് എന്ത് വേണം? സ്വന്തം ജീവിതത്തില് അത് പ്രവർത്തിച്ചു കാണിക്കുവാനാണ് യഥാർത്ഥ അധ്യാപകൻ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ അഥവാ ആചാര്യൻ. താൻ സ്വയം പുകവലിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പുകവലി നിർത്താൻ ആവശ്യപ്പെടുന്ന നേതാവിനെ സമൂഹം വിലമതിക്കുകയില്ല. ഒരു നേതാവ് സ്വന്തം ഇഷ്ടപ്രകാരം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. മറിച്ച് മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കായി തന്നിട്ടുള്ള മനുസ്മൃതി പോലുള്ള പ്രമാണശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കണം അവര് വഴി നടക്കേണ്ടത്. അല്ലെങ്കിൽ ഭാഗവതം, ഭഗവത്ഗീത, വേദങ്ങൾ അനുസരിച്ചാണ് ആ ആചാര്യന്മാര് വഴി നടക്കേണ്ടത്. അപ്പം ആത്മീയ പുരോഗതി ആഗ്രഹിക്കുന്നവർ വേണം? മുൻഗാമികളായ വലിയ ഭക്തന്മാരുടെ കാൽപ്പാടുകളെ പിന്തുടരണമെന്ന് ശ്രീമദ് ഭാഗവതത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ഒരു രാജ്യത്തെ ഭരണാധികാരി, വീട്ടിലെ അച്ഛനമ്മമാർ, സ്കൂളിലെ അധ്യാപകർ എന്നിവരെല്ലാം സാധാരണക്കാരായ മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള ആരാണ്? നേതാക്കളാണ്. ഇവർക്ക് തങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരോട് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ധാർമ്മികവും ആത്മീയവുമായ നിയമപുസ്തകങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളവരായിരിക്കണം. അല്ലേ? ഇതെല്ലാം ശരിക്കും അറിവുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പരമ്പര വഴി വരുന്ന ആചാര്യന്മാരിൽ നിന്നും ജ്ഞാനം സ്വീകരിക്കണമെന്ന് നമ്മൾ പറയാൻ തന്നെ കാരണം. അതാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത്. നേതാവോ ഗുരുവോ സ്വന്തം ജീവിതത്തിൽ പാലിക്കാത്ത ഒരു കാര്യം മറ്റുള്ളവരെ ഉപദേശിച്ചാൽ അത് ഫലിക്കില്ല എന്ന തത്വം വളരെ ലളിതമായിട്ട് വ്യക്തമാക്കുന്ന ഒരു കഥ എവിടെയാണുള്ളത്? ശ്രീരാമ പരമഹംസരുടെ ജീവിതത്തിലുണ്ട്. പണ്ടൊരിക്കല് ഒരു അമ്മ തന്റെ ചെറിയ മകനെയും കൂട്ടിക്കൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തും. അപ്പം ആ കുട്ടിയുടെ സ്വഭാവം ദിവസവും ഒരുപാട് ശർക്കര തിന്നുക എന്നതായിരുന്നു. ദിവസവും ഒരുപാട് ശർക്കര തിന്നുമായിരുന്നു ആ കുട്ടി. അപ്പം മധുരം അധികമായി കഴിക്കുന്നത് കൊണ്ട് അവന്റെ പല്ലുകൾ കേടാവുകയും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അമ്മ എത്ര പറഞ്ഞിട്ടും അവനത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അമ്മ പരമഹംസരോട് പറയുന്നത്, സ്വാമി, എന്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങ് വലിയൊരു ജ്ഞാനിയല്ലേ, അങ്ങ് പറഞ്ഞാൽ അവൻ അനുസരിക്കും. ഇവനോട് ഈ ശർക്കര തിന്നുന്ന ശീലം നിർത്താൻ വേണ്ടിയിട്ട് അങ്ങൊന്ന് ഉപദേശിക്കണമെന്ന് പറയും. അപ്പം പരമഹംസര് ഒരു മറുപടി കൊടുക്കും. എന്താണത്? ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ കുട്ടിയെ സ്നേഹത്തോടെ ഒന്ന് നോക്കും. എന്നിട്ട് അമ്മയോട് പറയും, മോളെ, നീ ഈ കുട്ടിയെയും കൂട്ടിയിട്ട് അടുത്ത ആഴ്ച ഇതേ ദിവസം വരൂ. ഞാൻ അപ്പോൾ ഇവനോട് സംസാരിക്കാം. നീ അടുത്ത ആഴ്ച വരിക, അവനെയും കൂട്ടിയിട്ട് ഞാൻ ആ സമയത്ത് അവനോട് സംസാരിക്കാമെന്ന് പറയും. അപ്പം അമ്മയ്ക്ക് അത്ഭുതം തോന്നും. ശർക്കര തിന്നരുത് എന്ന് പറയാൻ എന്തിനാണ് ഒരാഴ്ച കാത്തിരിക്കുന്നത്? എങ്കിലും അവർ ആ മകനെയും കൂട്ടിയിട്ട് തിരിച്ചു പോകും. അപ്പൊ കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് ആ അമ്മ വീണ്ടും മകനുമായിട്ട് അവിടെ എത്തും. അപ്പം ശ്രീരാമകൃഷ്ണൻ എന്ത് ചെയ്യും? ആ കുട്ടിയെ അരികിലേക്ക് വിളിച്ചിട്ട് തലയിൽ തലോടിക്കൊണ്ട് വളരെ ശാന്തനായിട്ട് പറയും, മോനെ, ഒരുപാട് ശർക്കര തിന്നുന്നത് ശരീരത്തിന്
നല്ലതല്ല. അത് നിന്റെ പല്ലുകൾ കേടാക്കും. അതുകൊണ്ട് ഇനി മുതൽ ശർക്കര അധികം കഴിക്കരുത്. ആ കുട്ടിയുടെ മനസ്സിൽ എന്ത്? ആ വാക്കുകൾ ആ ഇടത്തിൽ തറയ്ക്കും. അവൻ വിനയത്തോടു കൂടി തലയാട്ടി ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് സമ്മതിക്കും. അപ്പം ആ കുട്ടി മാറി നിന്ന സമയത്ത് അമ്മ കൗതുകത്തോടെ ചോദിക്കും, സ്വാമി, ഈ ചെറിയ ഉപദേശം അങ്ങേക്ക് ഒരാഴ്ച കഴിഞ്ഞ് തന്നെ പറയാമായിരുന്നില്ലേ? എന്തിനാണ് ഞങ്ങളെ വീണ്ടും ഇങ്ങോട്ട് വരുത്തിയത്? മറുപടി എന്ത് പറയും? കഴിഞ്ഞ ആഴ്ച നീ ഇവിടെ വരുമ്പോഴ് എനിക്കും ദിവസവും ധാരാളം ശർക്കര തിന്നുന്ന ശീലമുണ്ടായിരുന്നു. ഞാൻ സ്വയം ശർക്കര കഴിച്ചുകൊണ്ട് ഈ കുട്ടി അത് കഴിക്കരുത് എന്ന് ഉപദേശിച്ചാൽ എന്താണ്? അതിന് യാതൊരു ശക്തിയും ഉണ്ടാകുമായിരുന്നില്ല. അത് വെറുമൊരു കാപഠ്യമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ ശർക്കര കഴിക്കുന്നത് പൂർണ്ണമായി നിർത്തി. ഞാനത് എൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചതിന് ശേഷം അവനോട് പറഞ്ഞത് കൊണ്ടാണ് അവന്റെ മനസ്സിൽ അത് മാറ്റം വരുത്തിയത്. അപ്പം ഈ കഥയിലെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെയാണ് യഥാർത്ഥത്തിലുള്ള ആചാര്യന്മാര്. അവർ തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യും? സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾ നൽകിയ അങ്ങനെയാണ് വേണ്ടത്. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ എന്താണ് വേണ്ടത്? ആചാര്യന്മാര് അവർ തങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആദ്യം സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കുന്നു. അപ്പം ഒരു രാജ്യത്തെ ഭരണാധികാരിയോ അച്ഛനോ അധ്യാപകനോ ആയിട്ട് അവർ വാക്കുകൾ കൊണ്ട് മാത്രം ഉപദേശിച്ചാൽ സമൂഹം അത് കേൾക്കില്ല. പിന്നെയോ അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് എന്താക്കണം? മാതൃകയാക്കുമ്പോൾ മാത്രമേ സാധാരണ ജനങ്ങൾ ധർമ്മത്തിന്റെയും ആത്മീയതയുടെയും വഴിയിലൂടെ സഞ്ചരിക്കുകയുള്ളൂ. ആ ബോധമാണ്, അല്ലെ, ആ ബോധമുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ആ ആത്മീയ ബോധമുള്ള പെരുമാറ്റമാണ് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. 22ാമത്തെ ശ്ലോകം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തമവാപ്തവ്യം വർത്തായേവാച്ച കർമ്മണി. നമേ പാർത്ഥസ്തി കർത്തവ്യം. പാർത്ഥ ത്രിഷു ലോകേഷു കിഞ്ചന. പാർത്ഥ 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. പിന്നെയോ എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതോ ആയി യാതൊന്നും തന്നെ ഇല്ലതാനും. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശ്വേതാശ്വേതരോപനിഷത്തിലും പറയുന്നുണ്ട് ഭഗവാന്റെ പൂർണ്ണാധികാരത്തെയും അലൗകിക സ്വഭാവത്തെയും ഏറ്റവും മനോഹരമായിട്ട് വർണ്ണിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ചുരുക്കം നമുക്കിവിടെ പറയാം. അപ്പം ഈ പ്രപഞ്ചത്തില് നമ്മൾ കാണുന്ന വലിയ നേതാക്കളോ പ്രകൃതി ശക്തികളോ, അതായത് പ്രകൃതി ശക്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദേവന്മാര്, അവരാരും സ്വയംഭൂക്കളല്ല, അവരെല്ലാം സ്വയം ഉണ്ടായതല്ല. പിന്നെ അവർക്കെല്ലാം അധികാരം നൽകിയിരിക്കുന്ന ആരാണ്? പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ്. അപ്പം അവിടുത്തേക്ക് തുല്യനായോ അവിടുത്തേക്കാൾ വലിയവനായോ ആരുമില്ല എന്ന് ഭഗവാൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്, അല്ലെ? 3 ലോകത്തിലും ത്രിഷു ലോകേഷു കിഞ്ചന, 3 ലോകങ്ങളിൽ എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെയോ എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന വലിയ നേതാക്കളോ ദേവന്മാരോ ആരും സ്വയംഭൂക്കളല്ല, സ്വയം ഉണ്ടായവരല്ല. പിന്നെ അവർക്കെല്ലാം അധികാരം നൽകിയിരിക്കുന്ന ആരാണ്? പരമപുരുഷനായ ഭഗവാനാണ്. അപ്പൊ അവിടുത്തേക്ക് തുല്യനായോ അവിടുത്തേക്കാൾ വലിയവനായിട്ടോ ആരും തന്നെയില്ല. അപ്പൊ സാധാരണ ജീവികളെ പോലെ ഭഗവാന് ആത്മാവും ശരീരവും എന്ന് 2 വേർതിരിവുകളില്ല. ഭഗവാന്റെ ശരീരം തന്നെ ആത്മാവാണ്. അവിടുത്തെ ഏത് ഇന്ദ്രിയം കൊണ്ടും മറ്റ് ഇന്ദ്രിയങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ കണ്ണുകൊണ്ട് ആഹാരം കഴിക്കാനും ശ്വസനത്തിലൂടെ വേദങ്ങൾ സംസാരിക്കാനും ഭഗവാന് കഴിയും. എന്തെങ്കിലും ഒരു ഫലം ആഗ്രഹിക്കുന്നവനോ
ഭൗതിക ലോകത്തിൽ പുതിയതായി എന്തെങ്കിലും നേടിയെടുക്കാനുള്ളവനോ മാത്രമാണ് എന്ത് കടമകൾ ഉള്ളത്. സകല ഐശ്വര്യങ്ങളും നിറഞ്ഞ ഭഗവാന് 3 ലോകങ്ങളിലും ഒന്നും നേടാനില്ല. അതുകൊണ്ട് അവിടത്തേക്ക് ഒരു കർത്തവ്യവുമില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് വരുന്നത് ഭഗവാൻ ചെയ്യുന്നത്? ധർമ്മ സംരക്ഷണത്തിനായിട്ട് എന്താണ് കർമ്മരംഗത്ത്. ഒരു കർത്തവ്യമില്ലെങ്കിലും ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ക്ഷത്രിയരുടെ നേതാവായി സജീവമായി പങ്കെടുത്തു. ദുരിതം അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുക എന്ന ക്ഷത്രിയ ധർമ്മം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും പിന്നെയോ വേദപ്രമാണങ്ങളെ ബഹുമാനിക്കാനും വേണ്ടിയിട്ടാണ് ആര് ഭഗവാൻ ആ രീതി ചെയ്യുന്നത്. അല്ലാതെ ഭഗവാൻ ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് ഇല്ല തന്നെ. 23-ാമത്തെ ശ്ലോകം. യദീയഹം ന വർത്തേയം ജാതു കർമ്മണ്യാദന്ദ്രിയ മമ വർത്തമാനി വർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. മനസ്സിലായോ? അവരെന്താണ് പറയുന്നത്? വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ കൂടിയും എന്താണ് ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. എന്തുകൊണ്ടാണ്? ഒരു നാഗരിക സമൂഹത്തിന്, അതായത് എന്താണ് പറയാ, ഉയർച്ചയുള്ള സമൂഹം, അതിന്റെ ആ സമൂഹത്തിന്റെ നിലനിൽപ്പിനും ശാന്തിക്കും കുടുംബ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഇവ പാലിക്കപ്പെട്ടില്ലെങ്കിൽ സമൂഹത്തില് അരാജകത്വം ഉണ്ടാകും. അല്ലേ? അപ്പം നമ്മുടെയൊക്കെ ചുറ്റുപാട്, നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാം ഈ സമൂഹത്തിന്, നമ്മുടെ സമൂഹം ഇതിങ്ങനെ എടുക്കുക, നമ്മുടെ സമൂഹം, ഈ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനും ശാന്തിക്കും കുടുംബ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഇവ പാലിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ്? സമൂഹത്തില് അരാജകത്വം ഉണ്ടാകും. അപ്പം ഭഗവാൻ കൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മ സംസ്ഥാപനത്തിനായാണ് ഭൂമിയിൽ അവതരിച്ചത്. അപ്പം ഭൗതികമായ യാതൊരു നിയമങ്ങളും ബാധകമല്ലാത്ത പരമപുരുഷനായിട്ടും അദ്ദേഹം ഈ നിയമങ്ങളെല്ലാം സ്വയം അനുസരിച്ചെന്ന് കാണിച്ചു തന്നു നമുക്ക്. കാരണം ഏറ്റവും വലിയ അധികാരസ്ഥനായിരിക്കുന്ന ഭഗവാൻ എന്തു ചെയ്യുന്നോ അത് കണ്ണും പൂട്ടി അനുകരിക്കാനാണ് ആര്? സാധാരണ ജനങ്ങൾ ശ്രമിക്കുക. ശ്രീമദ് ഭാഗവതത്തില് വിവരിക്കുന്നത് പോലെ ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ കുടുംബനാഥനായി ജീവിക്കുമ്പോൾ വീടിനകത്തും പുറത്തും ചെയ്യേണ്ട എല്ലാ മതപരവും സാമൂഹികവുമായ കടമകളും അത്രമേൽ കൃത്യതയോടെ നിർവഹിച്ചിരുന്നു. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഭഗവാനായിട്ട്. അല്ലാതെ നമ്മള് രാസലീലയെ തെറ്റായി വ്യാഖ്യാനിച്ച് രാസലീല ആടാൻ പോയാൽ നടക്കുമോ? കൂടുതൽ ആൾക്കാർ എന്താണ് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ആ ഭഗവാൻ ഒരു ഗൃഹസ്ഥനായി ഇരുന്നതോ ഭഗവാന്റെ കടമകൾ ചെയ്തതോ ഒന്നും ആയിരിക്കില്ല. എന്താണ് അവർക്കിഷ്ടം? ഈ ഭൗതിക ലോകത്തില് എന്താണോ നടക്കുന്നത് അത് അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. അല്ലേ? രാസലീലയും മറ്റുള്ള വിവാഹം കഴിപ്പ് ആ പരിപാടികളുമായിട്ട് പോകും. പക്ഷെ അതെന്താണ്? അത് ഭഗവാന്റെ ലീലയുടെ ഭാഗങ്ങളായിരുന്നു. അതിന്റെ മുൻപും പിൻപും ഒക്കെ ഒരുപാട് ചരിത്രങ്ങളുമുണ്ട്. അല്ലേ? ഭഗവാന്റെ ലീലകൾക്ക് ഒരു ആദർശ ഗൃഹസ്ഥൻ, ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ വിവരിക്കുന്നത് പോലെ ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ കുടുംബനാഥനായി ജീവിക്കുമ്പോഴെന്ന് വീടിനകത്തും പുറത്തും ചെയ്യേണ്ട എല്ലാ മതപരവും സാമൂഹികവുമായ കടമകളും അത്രമേൽ കൃത്യതയോടുകൂടി നിർവഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ കടമകളും ഭഗവാൻ നിർവഹിച്ചിരുന്നു. 24-ാമത്തെ ശ്ലോകം. ഉത്സീദേയുരിമേ ലോക ന കുര്യാം കർമ്മചേദഹം സങ്കരസ്യാച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജ. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അല്ലേ? ഭഗവാൻ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ലോകം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന്
ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഒരു ഗൃഹസ്ഥനായി ജീവിച്ചുകൊണ്ടെന്ത് പ്രപഞ്ച നിയമങ്ങളെയും കുടുംബ മര്യാദകളെയും എങ്ങനെ ബഹുമാനിച്ചു, അല്ലെ, എങ്ങനെ ബഹുമാനിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒരു വിവരണം എവിടെ നിന്നാണ്? നമുക്ക് ഭാഗവതത്തില് 10ാം സ്കന്ധത്തിലുണ്ട്. അപ്പം ദ്വാരകയില് കോഴി കൂകുന്നതിന് മുൻപുള്ള ബ്രഹ്മമുഹൂർത്തത്തില്, നമുക്കറിയാം ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണ്? സൂര്യോദയത്തിന് മുൻപുള്ള പവിത്രമായിട്ടുള്ള സമയം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അല്ലെ, ആത്മീയപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തമമായിട്ടുള്ള സമയം. ഭഗവാൻ കൃഷ്ണൻ ആ സമയത്ത് എന്തായിരുന്നു? ഉണരുമായിരുന്നു. അപ്പം പ്രപഞ്ചനാഥനായിട്ടുള്ള അവിടത്തേക്ക് ശുദ്ധിയാകാൻ ഒന്നിന്റെയും ആവശ്യമില്ലാതിരുന്നിട്ടും അദ്ദേഹം ആചാരപ്രകാരം എന്ത് ശുദ്ധി വരുത്തി. എന്നിട്ടോ ശാന്തമായിരുന്ന് പരമാത്മാവിനെ ധ്യാനിക്കുമായിരുന്നു. നല്ല താൻ തന്നെയാണ് ആ പരമാത്മാവെങ്കിലും എന്ത് ലോകത്തെ ധ്യാനിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതും ചെയ്തു. അതിനുശേഷം എന്ത് വേദമന്ത്രങ്ങൾ ജപിച്ച് ശുദ്ധമായ ഗംഗാജലത്തില് സ്നാനം ചെയ്യും. പിന്നീട് പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഗായത്രി മന്ത്രം ജപിക്കുകയും അഗ്നിഹോത്രം എന്ന വൈദിക യജ്ഞം നടത്തുകയും ചെയ്യുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ എന്താണ്? ബ്രാഹ്മണർക്ക് വസ്ത്രങ്ങളും സ്വർണവും അലങ്കരിച്ച പശുക്കളെയും ദാനം ചെയ്യുമായിരുന്നു. അതിനുശേഷമാണെന്ത് തന്റെ കൊട്ടാരത്തിലുള്ള മുതിർന്നവരെയും ഗുരുക്കന്മാരെയും വണങ്ങുന്നത്. ഒരിക്കല് നാരദ മഹർഷി പുലർച്ചെ ആരെ കാണാൻ? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലെത്തും. അപ്പം ഭഗവാൻ സാധാരണക്കാരനെ പോലെ യജ്ഞങ്ങളും പൂജകളും ചെയ്യുന്നത് കണ്ട് അത്ഭുതത്തോടു കൂടി നാരദർ ചോദിക്കും. എന്ത് ചോദിക്കും? പ്രഭോ, അങ്ങയുടെ വിചാരമാത്രയിൽ പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുകയും നശിക്കുകയും ചെയ്യുന്നു. അങ്ങാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ്. അങ്ങേക്ക് ആരെയാണ് ധ്യാനിക്കാനുള്ളത്? അങ്ങ് എന്തിനാണ് ഈ പ്രഭാതചര്യകളും പൂജകളും ഇത്ര കൃത്യമായി ചെയ്യുന്നത്? ഭഗവാൻ നാരദരോട് പറയുന്നത്, അല്ലയോ മഹർഷേ, ഈ ലോകത്തിൽ ജനങ്ങൾ എന്നെയാണ് അവരുടെ പരമമായ മാതൃകയായി കാണുന്നത്. ഞാൻ ഈ പ്രഭാതത്തിൽ ഉണർന്ന് പൂജകൾ ചെയ്യുകയും ഗുരുക്കന്മാരെ വണങ്ങുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്തില്ലെങ്കിൽ നാളെ ഈ ലോകത്തിലെ സാധാരണക്കാരായ മനുഷ്യരും അത് ഉപേക്ഷിക്കും. അപ്പം കൃഷ്ണൻ പോലും ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനു ചെയ്യണമെന്ന് അവർ ചിന്തിക്കുകയും അത് കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക വ്യവസ്ഥിതിയെയും തകർക്കും. അതുകൊണ്ട് ലോക നന്മയ്ക്കായി ഞാൻ ഒരു ഗൃഹസ്ഥന്റെ എല്ലാ കടമകളും പൂർണ്ണമായും ചെയ്തേ മതിയാകൂ. ശരിയല്ലേ? കാരണം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്? ഈ ഭൗതിക ലോകമാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യരൂപത്തിലാണ് ആര്? ഭഗവാൻ ഇവിടെ ജീവിച്ചിരുന്നത്. ശരിയല്ലേ? അപ്പം ഈ ഒരു ഭൗതിക ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള കടമകളും ധർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അത് എല്ലാവരും ആചരിക്കണം. അപ്പം ഭഗവാൻ ആചരിക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് പറയും? ഭഗവാൻ അത് ആചരിക്കുന്നില്ല, പിന്നെ നമുക്ക് എന്ത് ഭൗതിക ലോകത്തില് കടമായെന്ന് ചിന്തിക്കും. അപ്പം അതിനും മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആര്? ഭഗവാൻ അതും ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിലും നമ്മളോടുള്ള സ്നേഹം കാരണം, അല്ലെ, നമ്മളോടുള്ള ഇഷ്ടം കാരണം, തിരിച്ച് നമ്മളെ വേർപിരിഞ്ഞിരിക്കുന്ന ആ വിരഹ ദുഃഖം കാരണം നമ്മളെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കഷ്ടപ്പാടാണ് ഭഗവാൻ പെടുന്നത്. നമ്മളിത് വല്ല മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഭഗവാൻ കൃഷ്ണൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരേ സമയം 2 വേഷങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് പരമപുരുഷൻ, അല്ലെ, പ്രപഞ്ചത്തിന്റെ നാഥൻ. പിന്നെ 2 ലോകഗുരു. എന്താണ്? മനുഷ്യർക്ക് മാതൃകയാകാൻ വന്ന ഉത്തമ പരമപുരുഷൻ. ഭഗവാൻ വേദങ്ങൾ പഠിക്കുന്നതും യജ്ഞങ്ങൾ ചെയ്യുന്നതും അവിടുത്തെ 2ാമത്തെ വേഷത്തിന്റെ, അല്ലെ, ലോകഗുരുവിന്റെ ഭാഗമായിട്ടാണ്. നമ്മളെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം ഒരു വിദ്യാർത്ഥിയായും ഗൃഹസ്ഥനായിട്ടും അഭിനയിക്കുകയാണ്. ഒരു അധ്യാപകൻ ഒരു LKG ക്ലാസ്സിലെ കുട്ടിയെ ABCD എന്ന് സ്ലേറ്റിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ ആ അധ്യാപകൻ അത്
അറിയാത്തത് കൊണ്ടല്ല എഴുതുന്നത്, പിന്നെയോ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ വേദങ്ങൾ സ്വന്തം ശ്വാസത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഭഗവാന് അത് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് മനുഷ്യർക്ക് വേദങ്ങളോടുള്ള ആദരവ് കൂട്ടാൻ വേണ്ടി ഭഗവാൻ അതെന്ത് സ്വയം പഠിക്കും, അല്ലെങ്കിൽ സ്വയം പഠിക്കുന്നു. അപ്പം നമുക്കെല്ലാവരെയും വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ആര്? ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. വേദേഷു സർവേ രഹമേ വിവേദ്യോ വേദാന്തകൃത് വേദവിദേഹചാലും. അപ്പം വേദങ്ങളിൽ എന്ത് പലതരത്തിലുള്ള പൂജകളും ദേവത ആരാധനകളും പറയുന്നത് സത്യമാണ്, ശരിയാണ്. പക്ഷെ എന്നാൽ ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും ഭഗവാൻ ഇതിന്റെ രഹസ്യവും വ്യക്തമാക്കുന്നുണ്ട്. വേദം പഠിച്ചാൽ ഈ രഹസ്യം വ്യക്തമാകില്ല. അപ്പം ഈ വേദങ്ങൾ പഠിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് 15-ാം അധ്യായം 15-ാം ശ്ലോകത്തിൽ പറയുന്നത്. വേദേഷു സർവേ രഹമേ വിവേദ്യ വേദാന്തകൃത് വേദവിദേഹചാകം. അല്ലെ, എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവൻ ഞാനാണ്. ഞാനെന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, കൃഷ്ണൻ മാത്രമാണ്. വേദാന്തത്തിന്റെ കർത്താവും വേദങ്ങളെ പൂർണ്ണമായി അറിയുന്നവനും എന്ത് ഞാൻ തന്നെയാണ്. അതായത് വേദങ്ങളിൽ ഒരു വലിയ കോണിപ്പടി പോലെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും താഴത്തെ പടിയിൽ എന്ത് ഭൗതിക ആഗ്രഹങ്ങളുള്ള മനുഷ്യർക്കായി പലതരം യജ്ഞങ്ങൾ പറയുന്നു, വേദങ്ങളിലെല്ലാം പറയുന്നത്. എന്നാൽ ആ കോണിയിലൂടെ ഏറ്റവും മുകളിലത്തെ പടി ഏതാണത്? മുകളിലത്തെ പടി കൃഷ്ണഭക്തിയാണ്. ആ കൃഷ്ണനെ മാത്രം പൂജിക്കുന്ന ഒരാൾ ആ കോണിയിലൂടെ മുകളിൽ നേരിട്ട് എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കൃഷ്ണനെ മാത്രം പൂജിക്കുന്ന ഒരാളാണ് മാത്രമാണ് എന്ത് കിട്ടുന്നത്? നേരിട്ട് ആ അവസാനത്തെ കോണിപ്പടിയിൽ എത്തുന്നത്. അവർ പിന്നെ എന്ത് താഴത്തെ പടികളിൽ നിൽക്കേണ്ട ആവശ്യമില്ല. വേദങ്ങളിലുമൊക്കെ എന്താണ് വേദപഠിതാക്കളും മറ്റു എല്ലാ പഠിതാക്കളും എവിടെയാണ് നിൽക്കുന്നത്? ഈ താഴെയുള്ള പടികളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഭഗവാനെ അറിഞ്ഞ് കൃഷ്ണഭക്തിയിലൂടെ മുന്നേറുന്ന ഒരു വ്യക്തി എവിടെ? കൃഷ്ണനെ മാത്രം പൂജിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം ആ ഏറ്റവും മുകളിലുള്ള പടിയിലായിരിക്കും സ്ഥാനം. ഒരു രാജ്യത്ത് നിയമപുസ്തകവും ആ രാജ്യത്ത് തന്നെ രാജാവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഒരു രാജ്യത്തെ നിയമപുസ്തകത്തിൽ എന്ത് ട്രാഫിക് നിയമങ്ങൾ, നികുതി നിയമങ്ങൾ, കോടതി നിയമങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങൾ ഇതെല്ലാം എന്ത് നിർബന്ധമായും പാലിക്കണം. ഇപ്പൊ രാജാവ് റോഡിൽ ഇറങ്ങുമ്പോൾ അവരും എന്താണ് ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി. എന്നാൽ ആ നിയമപുസ്തകം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? രാജാവിന്റെ അധികാരം നിലനിർത്താനും രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനുമാണ്. ഒരു പൗരൻ രാജാവിനോട് പൂർണ്ണമായും കൂറുള്ളവനും രാജാവിന്റെ നേരിട്ടുള്ള സേവകനുമായി കഴിഞ്ഞാൽ എന്ത്? അവൻ ആ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചവനായി മാറുന്നു. അവനെ നിയമങ്ങൾക്ക് എന്ത് തളയ്ക്കാനാവുകയില്ല. കൃഷ്ണൻ വേദങ്ങൾ പഠിക്കുന്നത് എന്ത്? നമ്മളെ നിയമങ്ങൾ പഠിപ്പിക്കാനാണ്. എന്നാൽ നമ്മൾ കൃഷ്ണനെ മാത്രം പൂജിച്ചാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വേദങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? കൃഷ്ണനായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. കൃഷ്ണാവബോധം എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? ഭഗവാൻ എന്തിനാ വേണ്ടിയിട്ടാണ് വേദങ്ങൾ ഭഗവാൻ പഠിക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ വേദങ്ങൾ പഠിക്കുന്നത് നമ്മളെ നിയമങ്ങൾ പഠിപ്പിക്കാനാണ്. എന്നാൽ നമ്മൾ കൃഷ്ണനെ മാത്രം പൂജിച്ചാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വേദങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ആരാണ്? കൃഷ്ണനായതുകൊണ്ടാണ്. അല്ലെ, വേദേശ സർവേ അഹമേ വിവേദി. അതുകൊണ്ട് എന്ത്? ആ വേദങ്ങളിലൂടെ കറങ്ങേണ്ട ആവശ്യമില്ല. നേരിട്ട് ആരെ? ഭഗവാനെ തന്നെ പൂജിച്ചാൽ മതി. അപ്പം ചുരുക്കത്തിൽ കൃഷ്ണനെ പൂജിക്കുന്നവനെന്ത്? വേദങ്ങൾ പറയുന്നതിന്റെ സത്ത പൂർണ്ണമായി ഉൾക്കൊണ്ടവനാണ്. ഭഗവാൻ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ എന്ത്? നമ്മൾ ഭഗവാനിൽ തന്നെ എത്തിച്ചേരുകയാണ് വേണ്ടത്. അതാണ് എല്ലാ വേദങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ലക്ഷ്യം എന്തിലൂടെ നമുക്ക് സാധിക്കാൻ പറ്റും? ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം പൂജിച്ചാല് ഈ വേദങ്ങളുടെയും പുരാണങ്ങളുടെ എല്ലാത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അവസാനം എവിടെ എത്തും? മോക്ഷപ്രാപ്തി, അല്ലെങ്കിൽ മോക്ഷം ലഭിച്ച് എവിടെ നിന്ന് നമ്മൾ വന്നോ അല്ലെ ഗോലോക വൃന്ദാവനത്തിൽ തന്നെ തിരിച്ച് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടും സാധിക്കും. ഹരേ കൃഷ്ണ.